ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അല്ലൂസ് ഫാമിലി വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മള് തിരുമൂർത്തി ഹിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ് പോകുന്നത് പഴനി റൂട്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ പൊള്ളാച്ചിന്ന് തിരുമൂർത്തി ഹിൽസിലേക്ക് 45 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് അത് റൂട്ട് ആനമല റൂട്ടാണ്. എന്നിട്ട് നമ്മൾ എന്താ തിരുമൂർത്തി ഹിൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പൊ പോകുന്നത് പഴനിക്കാണ്. അതായത് ഉടുമലപ്പേട്ട റൂട്ടാണ്. അപ്പൊ നമുക്ക് തിരുമൂർത്തി ഹിൽസിന്ന് നമുക്ക് അത് പഴനിക്ക് 34 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മളിപ്പോ ഇപ്പോഴും പോകുന്നത് ഹൈവേയിലൊന്നും അല്ല, നമ്മള് അവിടുന്ന് ഇങ്ങോട്ട് ഉള്ള ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. അപ്പോ ഗ്രാമങ്ങൾ തന്നെയാണ് കേട്ടോ മെയിന്. തോട്ടങ്ങളും ചെറിയ ചെറിയ വീടുകളും സംഭവങ്ങളൊക്കെ തന്നെയാണ്. കാര്യമായിട്ടൊന്നുമില്ല, കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ഈ സൈഡിൽ കേട്ടോ. തെങ്ങുംതോപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം സമയം 3 മണിയായി കേട്ടോ. ഏകദേശം 3 മണിയായി തുടങ്ങി. ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് 34 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം. ചെറിയ കട ഉണ്ട് കേട്ടോ. പാത്രക്കടയാണ് അത്. ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടോ? ചെക്ക് പോസ്റ്റ് അല്ല, അവിടെ ഒരു സൈഡിൽ കണ്ടോ ഒരു പാറ. കരിങ്കൽ കോറി പോലെയാണ് കേട്ടോ. കോറിയാണ് അത്. കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അല്ലൂസ് ഉണ്ട് പിന്നില്. അല്ലൂസ് ഉണ്ട്. അല്ലൂസിന് ഉറക്കൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലൂസ് കേട്ടോ, അല്ലൂസിന് ഉറക്കം വന്നിട്ടുണ്ട്. 2:30 ഈ സമയം. അവന് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ അവന് ഉച്ചക്ക് കിടന്നുറങ്ങും കേട്ടോ. അപ്പൊ ഒന്നും ഉറങ്ങിയിട്ടില്ല. ഇതെന്താണ്? തക്കാളി കൃഷിയാണ് കേട്ടോ. അത് തക്കാളിയാണ് കേട്ടോ ഈ കാണുന്നത്. തക്കാളി തക്കാളി ഉണ്ട് സോസ് അല്ലേ. അത് മൂക്കണുള്ളല്ലോ അതൊക്കെ. കായ മൂത്ത് വരുന്നുള്ളൂ കേട്ടോ. പച്ചമുളകാണ് കേട്ടോ ഈ കാണുന്നത്. പിസക്ക് സോസ് വേണല്ലോ, നിർബന്ധം. അപ്പൊ നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങാണ് കേട്ടോ. ചായ കുടിക്കാം. നമുക്ക് ചായ കുടിക്കാം. അല്ലൂസ് ഇറങ്ങേ, ചായ കുടിക്കാം. ഓയ്യോ, വണ്ടിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി നിർത്തിക്കണേ. അല്ലൂസ് ഇറങ്ങേ. നല്ല വെയിൽ. ഇപ്പൊ ചായക്കട, നമുക്ക് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാട്ടോ. ചായക്കട എന്താ? അല്ലൂസ് ഉണ്ട് ഇരിക്കണുണ്ടോ? അല്ലൂസ് ഒരു പൈപ്പുമേട്ട് ഇരിക്കണേ. അപ്പൊ നമ്മള് ചായ കുടിച്ചാൽ നിർത്തിയതാട്ടോ. നമ്മള് പഴനി പോകുന്ന റൂട്ടിലേ നല്ല നല്ല ആംബിയൻസ് ഉള്ള ഒരു ചായക്കട ഉണ്ട്. അപ്പൊ നമ്മളൊരു ചായ കുടിക്കാന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ എടുത്ത് ടയേർഡായിട്ടോ, സത്യം പറഞ്ഞ അതാണ്. അപ്പൊ ടയേർഡായി. അപ്പൊ എന്നെ ചായ കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ചായ എടുക്കട്ടെ. അതിന്റെ ഉള്ളില് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടുത്തെ കാരണവന്മാര്. നമ്മുടെ നാട്ടിലെന്താ പറയാ, വൈകുന്നേരം ആയാൽ നമ്മുടെ നാട്ടിലൊക്കെ കടയില് കാരണവന്മാര് ഇരിക്കുമല്ലോ, ചായപ്പീടിയയിലൊക്കെ. അതേപോലെ ഇവിടുത്തെ ആളുകളാട്ടോ. നല്ല കൂളിംഗ് ആട്ടോ. ഹായ്. അവരെ വീഡിയോ എടുക്കണ കണ്ടിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇക്ക പറഞ്ഞൊരു ഹായ് ചെല്ല് പറഞ്ഞു. അപ്പൊ ഒരു ഹായ് ഇടുകയാണ്. അപ്പൊ അവിടെ ഇരുന്നു ഒരു ചായ. ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കണ്ടോ. ഇത് കണ്ടോ? ഇതെന്താ സംഭവം എന്നറിയോ? വെറ്റില കണ്ടോ? നമ്മുടെ നാട്ടിലൊക്കെ വയസ്സായ അമ്മമ്മമാരൊക്കെ കഴിക്കൂല്ലേ. എന്റെ അമ്മമ്മയൊക്കെ കഴിക്കൂട്ടോ വെറ്റില. ഇതാണ് വെറ്റില. അവരോട് ചോദിച്ചു നോക്കട്ടെ. സൈമോൻ, ഈ വെറ്റില കഴിക്കാൻ പറ്റണോ ചോദിച്ചോക്കാ. തമിഴില് ചോദിക്ക്. അതൊക്കെ തമിഴ്.
നല്ല ചായ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ പഞ്ചസാര കൂടുതൽ അപ്പൊ ഞാൻ വിത്തൗട്ട് ആട്ടോ ഇതാണോ വെറ്റില കണ്ടോ? ഇത് കഴിക്കാൻ പറ്റണ കഴിക്കാം. ആ അതാ വെറ്റിലാണ് കേട്ടോ അവിടെ. ഇതിങ്ങനെ ഇതിന്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ട്. എന്റെ അമ്മ അതിന് മതിരല്ല. ഇത് കഴിക്കാൻ അങ്ങനെ വെക്കാനോ പറ്റില്ല. അമ്മമ്മ കഴിക്കലില്ലേ? നമ്മളെ താഴത്തെ അമ്മമ്മ കഴിക്കലില്ലേ? ആ സംഭവമാണത്. ഇവിടെ ഒരു തിണ്ടാണ് കേട്ടോ. നമ്മളെ പണ്ടത്തെ തറവാട് വീടുകൾ കൂടിയൊക്കെ പുള്ളത്തുണ്ട് എന്ന് പറയും. ഞങ്ങളവിടെയൊക്കെ പുള്ളത്തുണ്ട് എന്ന് പറയട്ടോ. അതേപോലത്തെ തിണ്ടാണ് കണ്ടോ. ഞാൻ ഇരിക്കണ തിണ്ടുമ്മേണ്. பெட்ரோல் பம்ப் எவ்வளவு தூரம்? അപ്പൊ ചായയുടെയൊക്കെ കഴിഞ്ഞു എന്നാ പറയും. മതി. അങ്ങനെ നമ്മൾ പഴനി റൂട്ടിന് കയറിട്ടോ. ഈ പാലൊക്കെ കണ്ടോ? നല്ല രസമുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ തന്നെ പഴനി ഏകദേശമൊക്കെ കണ്ടു തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെ ക്യാമറ അത്രയും ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത. ഇവിടെയുള്ള ആളുകളൊക്കെ കുളിക്കാനും അതുപോലെ തന്നെ ഡ്രസ്സ് അലക്കാനൊക്കെ ഈ പുഴയിലാട്ടോ വരിക. എനിക്ക് പുഴൻ്റെ പേരറിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ പഴനിയോട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പഴനി ഏകദേശമൊക്കെ പഴനി എത്താറായി തുടങ്ങിയിട്ടോ. ഈ ഭാഗത്തൊക്കെ ഇത്തിരി വൃത്തി കമ്മി ഉണ്ടാവും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ വന്നിട്ട് റൂമും കാര്യങ്ങളൊക്കെ എടുക്കുന്നതും പിന്നെ അവർ കുളിക്കുന്നതൊക്കെ ആവുകൊണ്ടേ ഭയങ്കര ഇത്തിരി ക്ലീനിങ് കുറവുണ്ടാവും കേട്ടോ. പുറം സൈഡൊക്കെ ഇപ്പം നമ്മൾ ഏകദേശം ഇങ്ങനെ പഴനി എത്താനായിക്കൊണ്ടിരിക്കണം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. സൂക്ഷിച്ച് നോക്കി കാണുന്നത് തന്നെയാണ് പഴനി കേട്ടോ. അപ്പുറത്തെ സൈഡിൽ ആ ഹിൽസിൻ്റെ ഭാഗത്ത് കാണുന്നത് തന്നെയാണ് പഴനി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് പഴനി കണ്ടോ. നമ്മളതിൻ്റെ മുകളിൽ കയറണമൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സൈഡിൽ കൂടെയൊക്കെ വഴിയുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ പാർക്കിംഗ് ഏരിയയാണ്. ഇതാണ് എൻട്രി കേട്ടോ. ഇതാണ് എൻട്രൻസ്. അപ്പോൾ ഇതിൽ കൂടെ അങ്ങനെ പോകേണ്ടവർക്കും പോവാം. പിന്നെ വേറെ റൂട്ടുണ്ട്. നമ്മൾ പഴനി ഞങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ മാങ്ങ എടുത്തു കഴിഞ്ഞോ? കയറാൻ ഞാൻ കഴിഞ്ഞു വിചാരിച്ചിട്ടോ. 2 കട കണ്ടപ്പോക്ക് വീഡിയോ ഓണാക്കി വെച്ചപ്പോക്ക് കഴിഞ്ഞു വിചാരിച്ചു. കണ്ടോ ഈ റോഡിന്റെ സൈഡിൽ കൂടി മാങ്ങ. മോഹൻലാലിന്റെ നമ്മുടെ നാട്ടിൽ അടക്കാപ്പഴം പറയും. അടക്കാപ്പഴം, ചക്കപ്പഴം. ഞാൻ ഈ പഴത്തിന് ഞങ്ങൾ അവിടെ ചക്കപ്പഴം എന്ന് പറയട്ടെ. കൊയ്യ കണ്ടോ അതെ. ആ നെല്ലിക്ക, സപ്പോട്ട അവര് പറയുന്നുണ്ട് 50 രൂപ ഒരു കവറിന്. കേട്ടോ മാങ്ങ സ്റ്റെപ്പ് കയറി പോകുന്നത് റെയിലാണ്. അടച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് സപ്പോർട്ടയും അടക്കാപ്പഴമാണ് കേട്ടോ കാര്യമായിട്ട്. ഇത് അടിപൊളിയായിരിക്കും കേട്ടോ. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പകല് കാണുന്നതിനേക്കാളും ഭംഗി രാത്രി കാണാനാട്ടോ. വ്യൂ അടിപൊളിയായിരിക്കും.
ലൂസിനെ KFC വേണം പറഞ്ഞിട്ട് നമ്മൾ KFC വാങ്ങാൻ എത്തിക്കാട്ടോ. Sitting in the basement apartment I rented with you. Remembering the holiday party we had with the crew. Romeo was roaming the garden. Saturday was spent in a parking lot. Gave it all we got. It was so new. കേട്ടോ ഇന്ന് കേക്ക് ഇത് കല്ലെന്ന് പറയുന്നത് ആൾക്കാര് എടുത്തിട്ട് കൊഞ്ചം കൊണ്ടു. അതിന്റെ ആളാണ് അതിന്റെ പ്രത്യേകത. ഓർഡർ ചെയ്യണമെങ്കിൽ അത് നോക്കിട്ട് ഓർഡർ ചെയ്യണം. ആയി എന്നിട്ട് ഞാൻ അങ്ങനെ തരാം. ലൂസ് കഴിക്കണേ. ടേസ്റ്റ് ചെയ്യണം. ഇത് അവിടെ വെക്ക്. കഴിക്കല്ലോ. അത് മേടിക്കണേട്ടാ. മയോണൈസ്. പിന്നെ സോസ്. സോസ് ഉണ്ട് കേട്ടോ. സോസ്. പിന്നെ അത് സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. രണ്ടാൾക്കും ഓരോ പീസ് കേട്ടാ. പിന്നെ അല്ലൂസ് കഴിക്ക പോപ്കോണാണ് കഴിക്ക. അല്ലൂസിന് പോപ്കോൺ മേടിച്ചു. ഇതാണ് സംഭവം. എനിക്ക് കാണിച്ചു നോക്കട്ടെ. പോപ്കോൺ. പിന്നെ ഇതെന്താണ്? മിറാൻഡ അല്ലേ? ഇത് പെപ്സി. കഴിക്കും. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ നമുക്ക് പറയുന്നുണ്ട്. ഞാൻ പീസുണ്ട്. നല്ല ഓയിലി ആട്ടോ. ഇപ്പൊ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ഇറങ്ങാണ്. ഹൽസ് ഇതാക്കണം കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ് മറിക്ക് പെടാണ്ട് പതുക്കെ നോക്കി ഇറങ്ങാൻ ലൂസേ. താഴത്തേക്ക് നോക്കിട്ട് അതൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ചിട്ടാണ് പോണേട്ടാ. ഫ്രഞ്ച് ഫ്രൈസ് ആണ് കയ്യില്. ഓക്കെ. അങ്ങനെ നമ്മള് പഴനി അഴകാപുരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാ. അപ്പൊ സ്കൂൾ വിടേണ്ടൊക്കെ ടൈമാണ്. അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ നല്ല തിരക്കുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഗ്രാമങ്ങളാണ് കേട്ടാ. ചെറിയ ചെറിയ എന്താ പറയാ, ചെറിയ ചെറിയ വില്ലേജസ് ആണ്. നമുക്ക് തോട്ടങ്ങൾ കാണാൻ പറ്റുമോന്ന് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ഉറപ്പൊന്നും പറയില്ല. അങ്ങോട്ടൊക്കെ ചക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ നാട്ടിലത്തെ ചക്കയാണ്. ഇപ്പൊ ഇവിടെ അവര് ചോദിച്ചു കഴിഞ്ഞാൽ കിലോത്തിന് 200-300 പറയൂല്ലേ. കിലോത്തിന് 200-300 ഉണ്ട്. പിന്നെ പ്ലംസ് ഉണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കടകളുണ്ട്. ഇങ്ങനെ പെട്ടിക്കട പോലെ, അതായത് ഓട്ടോയിലൊക്കെ വെക്കണേ കണ്ടോ, പെട്ടിക്കടകളാണൊക്കെ. നമ്മളെ ചിപ്സ് ആണ് കേട്ടത്. പൂള ചിപ്സ്, അതായത് തത്തനായ്ക്കൻ പെട്ടി. ഇങ്ങനെ പോയാല് തത്തനായ്ക്കൻ പെട്ടി. ഈ സ്ഥലത്തിന്റെ പേര് ഞാൻ നോക്കട്ടെ കേട്ടോ. ഇവിടെ തമിഴിൽ എഴുതിയത് കൊണ്ട് എനിക്ക് വായിക്കാൻ അറിയില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ബോർഡ് ഉണ്ടോ നോക്കട്ടെ. കണ്ട ചെറിയൊരു പച്ചക്കറിക്കുണ്ട്. എന്ത് വണ്ടിയിലേട്ടാ. തക്കാളി ഉള്ളിയൊക്കെ വിലക്കുറവായിരിക്കും. പച്ചക്കറിയൊക്കെ ഇവിടെ ഭയങ്കര വിലക്കുറവായിരിക്കും കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ ആഴ്ച ചന്തകൾ ഉണ്ടാവും.
അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പച്ചക്കറിയൊക്കെ മേടിച്ചാൽ 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെയാണ് പച്ചക്കറി. ഓ, വാടിപ്പെട്ടി പറയുന്ന സ്ഥലമാണ് കേട്ടോ. കണ്ടോ, കുഞ്ഞും വീടുകള്, കൃഷിയില്ല കേട്ടോ. അടുത്ത കൃഷിക്കുള്ള മണ്ണ് ഒരുക്കിയിട്ടുള്ളവര്. അവിടെ ഏതോ ഉണ്ട്, അതിന്റെ ഉള്ളി കണ്ടോ, കാണുന്നതിനാണ് ഉള്ളി. പിന്നെയാണ് ആവുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, കറിക്കാനായിട്ട് ആവുന്നേ ഉള്ളൂ ഉള്ളി. ചിലതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ശർക്കര കമ്പനിയാട്ടോ അത് അവിടെ കാണുന്ന. കണ്ടോ, അത് കണ്ടൊരു ലേഡി TVS പോണുണ്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പോയില്ല. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടില് പോയിട്ടുണ്ടെങ്കിൽ അന്ന് എയറിലേക്കാരല്ലേ. അതോ മൂന്നാർ. ഈ കാണുന്ന ഹിൽസ് ആണ് കേട്ടോ മൂന്നാർ. കണ്ടോ, മൂന്നാർ. ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ആട്ടിൻകൂട്ടത്തിനെ മേയിച്ചിട്ട് പോകണുണ്ടോ. തീറ്റയൊക്കെ കഴിഞ്ഞ് കൊണ്ടുപോവാട്ടോ. കണ്ടോ, എത്ര കാണൂലേ, ഒരുപാടുണ്ട്. ഈ ഭാഗത്തു കൂടെയൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ വ്യൂസ് കാണാൻ പറ്റും കേട്ടോ.